അരീക്കോട് കേന്ദ്രീകരിച്ച് യുവാക്കളിൽ ധാർമ്മിക ബോധവും വിദ്യാഭ്യാസ മൂല്യവും ഉയർത്തുക എന്ന ലക്ഷ്യവുമായി രൂപീകരിക്കപ്പെട്ട വോയ്സ് അരീക്കോടിന്റെ നേതൃത്വത്തിൽ സുല്ലം ഇസ്ലാം സയൻസ് കോളേജിലെ സ്മാർട്ട് സ്റ്റുഡന്റ്സ് യൂണിയൻ എന്നിവയുമായി സഹകരിച്ച് ലിംഗസമത്വം എന്ന വിഷയത്തിൽ തുറന്ന ചർച്ച സംഘടിപ്പിച്ചു. പ്രസ്തുത വിഷയത്തിൽ ഇടത് സൈദ്ധാന്തികനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറുമായ ജംഷീദ് അലി, ഇൻഫ്ലു ഹൈദരാബാദിലെ റിസർച്ച് സ്കോളറായ മുസ്തഫ തൻവീർ എന്നിവർ വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം നൽകി. കോളേജ് മാനേജർ NB അബ്ദുറഹിമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ അയൂബ് MB മോഡറേറ്ററായിരുന്നു. സ്മാർട്ട് കൺവീനർ ജാബിർ അമാനി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാനവാസ്, വൈസ് പ്രസിഡന്റ് അബ്ദുള്ള നജീബ്, യൂണിയൻ ചെയർമാൻ മുജീബ് റഹ്മാൻ, വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ബഹ്നാം ഷെരീഫ് എന്നിവർ സംസാരിച്ചു. അത് സോഷ്യോ പൊളിറ്റിക്കലാണ്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ. ഈ അടുത്ത് അലിഫ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അലിഫ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം, ഒന്ന് രണ്ട് സിനിമകളെ കുറിച്ച് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അലിഫ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പലരും കണ്ടിട്ടുള്ള റാണി പത്മിനി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. റാണി പത്മിനി എന്ന് പറയുന്ന സിനിമയോട് സിനിമ എന്ന രീതിയിൽ നമുക്ക് യോജിക്കാം എന്തുവാം. അതിനകത്തൊരു ഡയലോഗ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നീ നല്ല അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ആ പെൺകുട്ടിക്ക് പറക്കാനുള്ള ചിറകുകളെ വിച്ഛേദിക്കുകയാണ് നാം ചെയ്യുന്നത്. അടക്കവും ഒതുക്കവും ആര് സൃഷ്ടിച്ചു? ആരാണ് അടക്കത്തെയും ഒതുക്കത്തെയും പറയുന്നത്? ഇവിടെ പറയുന്നു എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സോഷ്യൽ റോൾ, സാമൂഹികമായ പദവികൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. സാമൂഹിക പദവി എന്ന് പറയുന്നത് സ്ത്രീ എന്ന രീതിയിൽ ജനിക്കുമ്പോൾ നൽകപ്പെടുന്ന സാമൂഹിക പദവിയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അതല്ല ആർജിതമായ നേടിയെടുക്കുന്ന സാമൂഹിക പദവിയെ കുറിച്ചാണോ പറയുന്നത്? അവിടെ പെണ്ണ് അടുക്കളയിൽ തളച്ചിടപ്പെടേണ്ടവളാണ് എന്നോ, അവൾ പഠിച്ചുകൂടാ എന്നോ, തൊഴിൽ ചെയ്തുകൂടാ എന്നോ, രാഷ്ട്രീയ രംഗത്ത് അവരുടെ പ്രാതിനിധ്യം ഉണ്ടായിക്കൂടാ എന്നോ അഭിപ്രായമുള്ള ഒരാളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ലിംഗനീതി സംവാദത്തിന്റെ സൈറ്റായി വികസിച്ചു വന്ന ഫറൂഖ് കോളേജ് പോലും ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പെണ്ണിന് പഠിക്കാൻ അവസരം ഉണ്ടാകണം എന്ന വീക്ഷണത്തിൽ നിന്നാണ്, എന്നൊരു ദർശനത്തിൽ നിന്നാണ് അങ്ങനെ ഒരു കോളേജ് പോലും സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷേ ലിംഗനീതി എന്നും ലിംഗസമത്വം എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ചർച്ചകൾ വളരെ വിചിത്രമായ കൈവഴികളിലൂടെ കടന്നു പോവുകയും ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആവശ്യങ്ങളിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തം. ഇവിടെ സെക്സിനെയും ജെൻഡറിനെയും കുറിച്ച് സൂചിപ്പിച്ചു. സെക്സ് ജന്മം കൊണ്ട് ലഭിക്കുന്നതാണ്. ജെൻഡർ സമൂഹം നിർണയിച്ചു നൽകുന്നതാണ്, വളർത്തലിൽ ഉണ്ടായി വരുന്നതാണ്. അവിടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ ശാരീരിക സവിശേഷതകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നും അതിനെ നിരാകരിക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്നും ഇവിടെ പറയപ്പെട്ടു. പെണ്ണിനെ ആണാക്കി മാറ്റുന്നത് പുരുഷനാണ് ഉയർന്നത് എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ്. പുരുഷനാണ് വലുത് എന്ന് വിചാരിക്കുകയും ആ പുരുഷന്റെ പ്രതിച്ഛായയിൽ പെണ്ണിനെ സ്വയം നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരുതരം അപകർഷതാ ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്.